ഹലോ എവരിവൺ, വെൽക്കം ടു കൊഡിയൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ലീഡ് കോഡ് പ്രോബ്ലമാണ്. ലീഡ് കോഡ് ക്വസ്റ്റ്യൻ 2620 കൗണ്ടർ. ഇത് ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്, ബട്ട് ജാവാസ്ക്രിപ്റ്റിലെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് ആയ ക്ലോഷർ വെച്ച് സോൾവ് ചെയ്യുന്ന പ്രോബ്ലമാണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. Given an integer n, return counter function. This counter function initially returns n and then returns one more than previous value every subsequent time it is called. ഇവിടെ എന്താ പറയണേ, ഒരു കൗണ്ടർ ഫങ്ഷനാലിറ്റി ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യുന്ന വേറൊരു ഫംഗ്ഷൻ എഴുതണം. സോ അതിലോട്ട് ഇനീഷ്യലി പാസ് ചെയ്യുന്ന വാല്യൂ അത് തന്നെ ഫസ്റ്റ് ടൈം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ റിട്ടേൺ ചെയ്യണം. സെക്കൻഡ് ടൈം ആ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ആഡ് ചെയ്തിട്ട് ഇവിടെ 10 പാസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇനീഷ്യൽ കോളിൽ 10, ദെൻ 11, ദെൻ വീണ്ടും കോൾ ചെയ്യണമെന്ന് വെച്ചാൽ 12. ഇതാണ് എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട്. നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കോഡ് എഡിറ്റർ നോക്കുകയാണെങ്കിൽ ഒരു ഫംഗ്ഷൻ നമുക്ക് ഓൾറെഡി ലീഡ് കോഡ് എഴുതി തന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ റിട്ടേൺ ചെയ്യുന്ന ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിന് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന്. നമുക്ക് ഒരു കോഡ് എഡിറ്ററിൽ നോക്കാം. ഒരു index.js എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ദെൻ അതിൽ ഒരു ഫംഗ്ഷൻ ഏതാണ്, ആ ഫംഗ്ഷൻ കൗണ്ടർ ഫങ്ഷനാലിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന വേറൊരു ഫംഗ്ഷനെ എഴുതണം. അതാണ് നമ്മുടെ സൊല്യൂഷൻ. സോ നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ ഏതാണ്, ക്രിയേറ്റ് കൗണ്ടർ. ദെൻ അതിൽ നിന്ന് വേറൊരു ഫംഗ്ഷനെ നമുക്ക് റിട്ടേൺ ചെയ്യണം. സോ ഒരു അൺനെയിംഡ് ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യാണ്. ക്രിയേറ്റ് കൗണ്ടർ ഫംഗ്ഷനിലോട്ട് പാരാമീറ്ററായി നം പാസ് ചെയ്യാണ്. ദെൻ റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഏത് വാല്യൂ ആണോ ക്രിയേറ്റ് കൗണ്ടർ ഫംഗ്ഷൻ്റെ ഉള്ളിലോട്ട് പാസ് ചെയ്തത്, ഇവിടെ നം ആണ്, റിട്ടേൺ നം പ്ലസ് പ്ലസ് എന്ന് എഴുതാണ്. പോസ്റ്റ് ഫിക്സ് ആയിട്ട് ആഡ് ചെയ്യാണ് ഇവിടെ. ദെൻ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി കൗണ്ടർ 1 എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിളിലോട്ട് ക്രിയേറ്റ് കൗണ്ടറിനെ അസൈൻ ചെയ്യാണ്. സോ ക്രിയേറ്റ് കൗണ്ടർ ഫംഗ്ഷനെ വിളിക്കുകയാണ് വിത്ത് ആർഗ്യുമെൻ്റ് ആസ് 5. സോ നം 5 ആണ്. ദെൻ ആ നം റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ നം പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്യാം. സോ കൗണ്ടർ 1 വേരിയബിളിൽ ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സേവ് ആയിരിക്കുന്നത് റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷനാണ്. ദെൻ നമ്മൾ കൺസോൾ ഡോട്ട് ലോഗ് ചെയ്യാണ്. ആ കൗണ്ടർ എന്ന് പറഞ്ഞ വേരിയബിളിൽ എന്താണോ ആ ഫംഗ്ഷനാണ്, ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം, റിട്ടേൺ ചെയ്തു വരുന്ന ഫംഗ്ഷനെ എക്സിക്യൂട്ട് ചെയ്യണം. സോ ഇവിടെ ടെർമിനലെടുത്ത് ഞാൻ ഇവിടെ നോഡ് എൻവയോൺമെൻറ്റിലാണ് ചെയ്യണേ. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ HTML നോക്കാം. നോഡ് index.js എടുത്തെന്ന് വെച്ചാൽ 5, 6, 7 പ്രിൻ്റ് ചെയ്ത് തന്നതാണ്. ഫസ്റ്റ് കൺസോൾ ഡോട്ട് ലോഗിൽ 5, സെക്കൻഡ് 6, തേർഡ് 7. എക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ആൻസർ തന്നെയാണ്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പോസ്റ്റ് ഫിക്സ് ആയിട്ടാണ് ഇവിടെ പ്ലസ് പ്ലസ് ഇടുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഫംഗ്ഷൻ വിളിക്കുമ്പോൾ നമ്മിനെയാണ് റിട്ടേൺ ചെയ്യുക. ദെൻ അതിന് ശേഷമാണ് പ്ലസ് ചെയ്തിട്ട് ആ വാല്യൂ നമ്മിലോട്ട് അസൈൻ ചെയ്യുക. സോ അതുകൊണ്ടാണ് നമ്മൾ ഇനീഷ്യൽ കോളിൽ 5 തന്നെ വരുന്നത്. സെക്കൻഡ് കോളിൽ നമുക്ക് 6 വരുന്നു. സോ റിട്ടേൺ ചെയ്തിട്ടാണ് ഇവിടെ ഇൻക്രിമെൻ്റ് ചെയ്യുന്നത്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെ പ്രിഫിക്സ് ആയിട്ട് പ്ലസ് പ്ലസ് ഇട്ടാൽ എന്താ ഉണ്ടാവുക നോക്കാം. സോ ജാവാസ്ക്രിപ്റ്റ് ആദ്യം ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് തന്നെ റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്തിട്ടല്ല ഇൻക്രിമെൻ്റ് ചെയ്യണം. ഇവിടെ നോക്കി കാണാം 6, 7, 8. സോ ഇതൊരു ചെറിയൊരു കാര്യമാണ്, ബട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സോ ഒന്നുകൂടെ പറയാം, പോസ്റ്റ് ഫിക്സ് ആയിട്ടാണ് നമ്മൾ പ്ലസ് പ്ലസ് ഇടുന്നതെന്ന് വെച്ചാൽ റിട്ടേൺ ഫംഗ്ഷൻ്റെ ഉള്ളിൽ റിട്ടേൺ ആദ്യം നമ്മിനെ റിട്ടേൺ ചെയ്യും, ദെൻ ഇൻക്രിമെൻ്റ് ചെയ്യും, എന്നിട്ട് നം എന്ന വേരിയബിളിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യും. സോ അതുകൊണ്ടാണ് ഫസ്റ്റ് കോളിൽ 5 തന്നെ റിട്ടേൺ വരുന്നത്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ക്ലോഷർ എന്താണെന്ന് പറയാം. സോ നമ്മളിവിടെ കൗണ്ടർ 1 എന്ന് പറഞ്ഞൊരു വേരിയബിളിലോട്ട് ക്രിയേറ്റ് കൗണ്ടറിനെ എക്സിക്യൂട്ട് ചെയ്ത്
വാല്യൂ സേവ് ചെയ്യുമ്പോൾ കൗണ്ടർ 1ൻ്റെ ഉള്ളിൽ റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷനാണ് വരുന്നത്. പക്ഷേ അതിന് ക്രിയേറ്റ് കൗണ്ടർ ഫംഗ്ഷൻ്റെ ഉള്ളിലോട്ട് നമ്മൾ പാസ് ചെയ്ത 5 അഥവാ നം വേരിയബിളിലോട്ട് ആക്സസ് ഉണ്ട്. സോ ഈ കൺസെപ്റ്റിനെയാണ് ക്ലോഷർ എന്ന് പറയുന്നത്. ബേസിക്കലി ഒരു ഫംഗ്ഷന് ആ ഫംഗ്ഷൻ്റെ ഇന്നർ സ്കോപ്പും ആ ഫംഗ്ഷൻ്റെ പാരൻറ്റ് ഫംഗ്ഷനിലോട്ടുള്ള സ്കോപ്പും ഗ്ലോബൽ സ്കോപ്പും ഇതിലുള്ള വേരിയബിൾസിനോട്ട് ആക്സസ് ഉള്ളതിനെയാണ് ക്ലോഷർ എന്ന് പറയുന്നത്. അതായത് ഈവൻ പാരൻറ്റ് ഫംഗ്ഷൻ്റെ എക്സിക്യൂഷന് ശേഷം പോലും പാരൻറ്റ് ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്തിരിക്കുന്ന നം എന്ന വാല്യൂവിനെ കൗണ്ടർ 1 വേരിയബിളിലോട്ട് റിട്ടേൺ ചെയ്ത് വരുന്ന ആ ഫംഗ്ഷൻ ഉണ്ടല്ലോ, അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിനെയാണ് ക്ലോഷർ എന്ന് പറയുന്നത്. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ എല്ലാ സ്കോപ്പിലും, ഗ്ലോബൽ സ്കോപ്പിലും പാരൻറ്റ് ഫംഗ്ഷൻ്റെ സ്കോപ്പിലും ഇന്നർ ഫംഗ്ഷൻ്റെ സ്കോപ്പിലും വേരിയബിൾസ് എഴുതി ഇന്നർ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഒന്ന് console.log ചെയ്ത് നോക്കുക. ഈ ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ്റെ ശേഷം പോലും ഇന്നർ ഫംഗ്ഷന് അതിൻ്റെ പാരൻറ്റും ഗ്ലോബലും സ്കോപ്പുകളിലുള്ള വേരിയബിൾസിലോട്ടുള്ള ആക്സസിനെ കാണാൻ പറ്റും. സോ കോഡ് ഒന്ന് ക്ലീനപ്പ് ചെയ്ത് നമുക്ക് ഇത് ലീഡ് കോഡിൽ ഒന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മൾ കണ്ട പോലെ ആൻസർ വളരെ സിമ്പിളാണ്. പാരൻറ്റ് ഫംഗ്ഷൻ എന്ന് പാസ് ചെയ്ത് വരുന്ന വേരിയബിളിനെ n++ എന്ന് പാസ് ചെയ്ത് കൊടുത്താൽ റിസൾട്ട് വരുന്നത് കാണാം. ഇവിടെ ഞാൻ n++ ഇട്ട് റൺ ചെയ്ത് നോക്കുമ്പോൾ ടെസ്റ്റ് കേസ് എല്ലാം പാസ് ആവുന്നുണ്ട്. സോ ഇറ്റ് വർക്ക്സ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ബട്ട് ഇതിൽ വരുന്ന കൺസെപ്റ്റുകൾ ഒന്ന് ശ്രദ്ധിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജാവാസ്ക്രിപ്റ്റ് സൊല്യൂഷൻസ് ഫോർ ലീഡ് കോഡ് പ്രോബ്ലംസ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. പ്ലീസ് സബ്സ്ക്രൈബ്.